الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടെ ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാപ്രപഞ്ചത്തിൽ പടച്ചിട്ടുള്ള എല്ലാ സൃഷ്ടികളെക്കാളും ഖൈറ് അല്ലെങ്കിൽ ഫദ്ലുള്ളവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങളെക്കാളും വലിയ സ്ഥാനം, ബഹുമതി, ആദരവ്, സ്നേഹം ഇതൊന്നും ആർക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ നബിയുമായ ആദം അലൈഹിസ്സലാം ഉപ്പയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ആദ്യത്തെ റസൂലായ നൂഹ് അലൈഹിസ്സലാം, പിന്നെയും കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം, പിന്നെ മൂസ, ഈസ അലൈഹിമുസ്സലാം, ഉലുൽ അസ്മുകൾ. അങ്ങനെ അള്ളാഹുവിനോട് നേർക്ക് നേരെ സംസാരിച്ച, അള്ളാഹുവിന്റെ അപാരമായ ഇടപെടലുകൾ ദുനിയാവിൽ ഉണ്ടായ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിശക്തമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന, അല്ലെങ്കിൽ അള്ളാഹു സ്വന്തം കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ പ്രവാചകന്മാരെക്കാളെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതിൽ ആരെങ്കിലും ഒരാൾ സംശയിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അതിലൊരു ഏറ്റക്കുറച്ചിൽ വരുത്തിയാൽ അത് അയാളുടെ ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ്. അയാൾ അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് പുറത്താവും. അതുകൊണ്ട് തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധനാണ്, പരിപൂർണനാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിയാണ്. അദ്ദേഹം വാൾപ്പയറ്റിലോ ആയുധമുറകളിലോ പ്രാവീണ്യം തെളിയിച്ചൊരു സഹാബിയല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ ആയുധം അദ്ദേഹത്തിന് അല്ലാഹു നൽകിയ മൂർച്ചയുള്ള നാവായിരുന്നു. സാഹിത്യത്തിന്റെ തറവാട്ടുകാരായ ഖുറൈശികൾ
അറബി കവിതകളിലൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുമ്പോൾ അതിശക്തമായ മറുപടികൾ അതേ നാണയത്തിൽ നൽകി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ ആക്ഷേപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമായിരുന്നു. സന്തോഷാധിക്യം കൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പുതപ്പ് അദ്ദേഹത്തെ പുതപ്പിച്ചിട്ട് പോലുണ്ട്. അങ്ങനത്തെ കവിയാണ്. അദ്ദേഹം പറഞ്ഞു, വഅഹ്സനു മിൻക ലം തറ ഐനി ഖത്തു. ഏ നബിയേ, നിങ്ങളെക്കാളും സൗന്ദര്യമുള്ള ഒരു വസ്തുവിനെ എന്റെ കണ്ണുകൾ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. ശരിയാ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ദരനായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട്, വഹ്യ് വരുന്ന സന്ദർഭങ്ങളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ വരും. അത് നോക്കിക്കൊണ്ട് അവർ പറയും, ഒരു കവിക്ക് കവിതകൾ മനസ്സിൽ വരാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനെറ്റിയിൽ കാണുന്ന ആ ഒരു വെള്ളത്തുള്ളി മതിയാകും. അത്ര ഭംഗിയായിരുന്നു ആ വിയർപ്പ് തുള്ളികൾ കാണാൻ. ചില സഹാബാക്കൾ പറയും, 14-ാം രാവിന്റെ ചന്ദ്രൻ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്നുണ്ടാകും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ പള്ളിയിലുണ്ടാവും. നമ്മൾ ആളുകൾ രണ്ടുപേരെയും മാറി മാറി നോക്കും. ആകാശത്തേക്ക് പ്രകാശം നോക്കും ചന്ദ്രന്റെ. പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ മുഖത്തേക്ക് നോക്കും. എന്നിട്ട് അവർ പറയുക, അല്ലാഹുവാണ് സത്യം, അതിനേക്കാൾ സൗന്ദര്യവും പ്രകാശവും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ മുഖത്തിലാണ് എന്ന്. കാണണം. ഈ നിൽക്കുന്ന ഞാനും നിങ്ങളും ആ പരിശുദ്ധമായ മുഖം കാണണം. അതിന് അവസരമുണ്ടാകും. ഖിയാമത്ത് നാളിൽ നമ്മൾ ആ പ്രവാചകന്റെ ആളുകളാണെങ്കിൽ അല്ലാഹു നസീബാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു സഹാബാക്കളിൽപ്പെട്ട ഒരു സാധാരണക്കാരനായ സഹാബി. കുറെ നാളുകളായിട്ട് പള്ളിയിൽ കാണുന്നില്ല. സാധാരണ പള്ളിയിൽ എപ്പോഴും വരുന്ന ഒരാളെ കാണാതാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിക്കും. അദ്ദേഹത്തെ കുറിച്ചും അന്വേഷിച്ചു. ആളെ അയച്ചു വരുത്തി. വന്ന് നോക്കുമ്പോൾ അയാള് ആകെ ക്ഷീണിച്ച് അവശനായി, ശരീരം ശോഷിച്ച് മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്. ചോദിച്ചു, സൗബാൻ, നിനക്ക് എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ മനസ്സിനെ വല്ലാത്തൊരു പേടി ആദ്യം പിടികൂടിയിട്ടുണ്ട്. ഒരു വിഷമം, സങ്കടം. എന്താ സൗബാൻ ഇത്ര വലിയ സങ്കടം? നിന്റെ ശരീരം മെലിഞ്ഞു പോകാൻ മാത്രമുള്ള വിഷമം എന്താ നിന്റെ? അദ്ദേഹം പറഞ്ഞു, റസൂലേ, ഞാൻ കുറച്ച് ദിവസങ്ങളായി ചിന്തിച്ചുകൊടുക്കുക, അങ്ങയും മരണപ്പെടും, നമ്മളും മരിക്കും. ഇവിടെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ, വിഷമം വരുമ്പോ നേരെ ഓടി അങ്ങയുടെ അടുത്ത് വരും. അങ്ങയുടെ മുഖം കാണുമ്പോഴേക്ക്, അങ്ങയുടെ സംസാരം കേൾക്കുമ്പോഴേക്ക് അത് വലിയ ആശ്വാസമാണ്, മനസ്സിന് വലിയ സമാധാനമാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, നാളെ ആഖിറത്തിൽ അങ്ങ് സ്വർഗത്തിൽ ഉന്നതമായ അവസ്ഥയിലായിരിക്കും. സൗബാൻ എവിടെയാണെന്ന് അറിയില്ല. ഇനി അഥവാ സൗബാൻ സ്വർഗത്തിലാണെങ്കിൽ തന്നെ അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ. വിചാരിക്കുന്ന സമയം അങ്ങ് ഉന്നത ദർജയിലായിരിക്കുമല്ലോ. ആ വിഷമം എന്നെ പിടികൂടി നബിയെ. അതാ എന്റെ ശരീരം മെലിയാനുള്ള കാരണം. അതായിരുന്നു സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കണ്ടത്. തന്റെ അനുയായിയുടെ മനസ്സറിഞ്ഞ സത്യസന്ധമായ വിഷമത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറുപടി പറയാൻ കിട്ടിയില്ല. മൗനിയായി കുറച്ചു നേരം. വന്നു ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു കൊടുത്തു. ഈ നബിയെ, ആ സങ്കടപ്പെട്ടു പോകുന്ന നിങ്ങളുടെ ശിഷ്യനില്ലേ സൗബാൻ, അയാളെ വിളിച്ചിട്ട് പറ, ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم. വിഷമിക്കണ്ടെന്ന് പറ. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ആര് അനുസരിക്കുന്നുവോ അവർ അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും സാലിഹീങ്ങളുടെയും കൂട്ടത്തിലായിരിക്കും സ്വർഗത്തിൽ എന്ന് പറഞ്ഞ നബിയെ സൗബാന് സമാധാനമായി. അത്ര സൗന്ദര്യവും പ്രകാശവുമുണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅജ്മലു മിൻക ലം തലിദ് നിസാഉ. ഏ നബിയെ, നിങ്ങളെപ്പോലെ ഭംഗിയുള്ള സൗന്ദര്യമുള്ള ഒരാളെ ഒരു പെണ്ണും വേറെ പ്രസവിച്ചിട്ടില്ല.
ആമിന അന്ന് പ്രസവിച്ചതല്ലാതെ ഇനി ഇലാ യൗമിൽ ഖിയാമ അത്ര സൗന്ദര്യമുള്ള ഒരാൾ ഈ ദുനിയാവിൽ വരൂല. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് സൗന്ദര്യമുണ്ട്, സൗന്ദര്യത്തിന്റെ നേർപകുതിയുണ്ട്. പക്ഷെ വല്ലാഹി അതിനേക്കാളും സുന്ദരമായിരിക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുഖം. അതൊക്കെ കാണാനും തൊടാനും ചുംബിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയ സഹാബാക്കൾ എത്രയോ വലിയ ഭാഗ്യവാന്മാർ. പക്ഷെ എന്നെയും നിങ്ങളെയും പറ്റിയ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, അതാണ് നമുക്ക് വലിയ സമാധാനം. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഇഖ്വാനുകൾ, എന്റെ കൂടപ്പിറപ്പുകൾ. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നമ്മളല്ലേ അവർ? അല്ല, നിങ്ങളല്ല, നിങ്ങൾ എന്റെ അസ്ഹാബുകളാണ്, അനുയായികളാണ്. എന്റെ ഇഖ്വാനുകൾ നിങ്ങൾക്ക് ശേഷം വരുന്ന ഒരു വിഭാഗമാണ്. അവർ എന്നെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്നെ വിശ്വസിച്ചവരായിരിക്കും. ഇതാണ് ഞാൻ നിങ്ങൾ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല ഹസ്സൻ ഇബ്നു സാബിത്ത് പറഞ്ഞു, ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാ. നബിയെ, അങ്ങ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതനായിട്ടാണ്. ഒരാൾക്ക് വിരൽ ചൂണ്ടി ശരീരത്തിലോ സ്വഭാവത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ ജീവിതത്തിലോ ഒരു കടുകുമണിയോളം ന്യൂനത പറയാൻ നിങ്ങൾക്കില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ട പോലെ അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ച പോലെയുണ്ട്. എന്നെ ഇങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം, നിങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ആക്കിയ പോലെയാണ് അള്ളാഹു നിങ്ങളെ പടച്ചിട്ടുള്ളത്. അത്ര പരിശുദ്ധനാണ്. അതെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിൽ നിന്നും വ്യത്യസ്തനാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിക്കാനോ അതല്ലെങ്കിൽ തള്ളിപ്പറയാനോ വേണ്ടാന്ന് വെക്കാനോ ഈ ഭൂമിയിൽ മനുഷ്യനായി പിറക്കുന്ന ഒരാൾക്ക് സാധ്യമേ അല്ല. പ്രസംഗിക്കുന്നുണ്ടാവും, എഴുതുന്നുണ്ടാവും, വെറുതെ ആൾക്കാരെ കാണും എന്തെങ്കിലും അഞ്ഞ പറയുന്നുണ്ടാവും. ഇല്ല, അവർ ആ മുഹമ്മദ് റസൂലുള്ളാഹിയെ അറിയേണ്ട പോലെ അറിഞ്ഞിരുന്നുവെങ്കിൽ അല്ല, അറിയാതെ തന്നെയും അവരുടെ നാവ് 1000 പ്രാവശ്യം പറയുമ്പോഴും 1,000,000 പ്രാവശ്യം ഖൽബ് പറയുന്നുണ്ടാവുന്നടാ, നീ പറയുന്ന കളവാണ്. അങ്ങനെയല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക് വരെ? അബൂജഹലിന് വരെ. പിന്നല്ല വർത്തമാനകാലത്ത് അബൂജഹലുമാര്, പിന്നല്ല ഇപ്പോഴത്തെ അബൂജഹലുമാര്. ബദർ യുദ്ധത്തിൽ അബൂജഹലിനെ ഇബ്നു മസ്ഊദ് തലവെട്ടിക്കൊണ്ടുവന്ന സമയം അക്കടക്കുന്ന അബൂജഹലിന്റെ ശവശരീരം നോക്കി റസൂലുള്ളാഹി പറഞ്ഞു, ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ ഫിർഔനാണത്. അത്ര ക്രൂരനായ, അത്ര വലിയ അക്രമിയായ വൃത്തികെട്ടവൻ അബൂജഹൽ. അവൻ പോലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉള്ളുകൊണ്ട് അംഗീകരിച്ചവനാണ്. അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റൂല. അവൻ അങ്ങനെയാ കാണുന്ന റസൂലിനെ, ഭൂമിയുടെ മുകളിലുള്ള ആ പരിശുദ്ധ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം അബൂ യസീദ് അൽ-മദനി റളിയല്ലാഹു അൻഹു പറയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനെ നേർക്കുനേരെ ഒന്ന് കണ്ടു. അയൽപക്കത്താണ്, ഇന്ന് മക്കത്ത് പോയാൽ കാണാൻ പറ്റും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുഅബ് അബീ ത്വാലിബിന്റെ അടുത്തുള്ള പ്രസവിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന അബ്ദുൽ മുത്തലിബിന്റെ ആ വീട്ടിന്റെ അയൽപക്കത്താണ് അബൂജഹലിന്റെ താമസം. ഒരു ദിവസം നേർക്കുനേരെ കണ്ടപ്പോൾ ഫസാഫഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിന്റെ കൈ പിടിച്ച് വർത്താനം പറഞ്ഞു. അനുയായികൾ അങ്ങനെയാവണം, അനുയായികൾ അങ്ങനെയാവണം. സംഘടന പറയായിരിക്കും, ദീൻ പറയായിരിക്കും, കുടുംബവും തറവാടും ആശയവും ആദർശവും ഒക്കെ വേറെയാണ്. പക്ഷെ മാനുഷിക ബന്ധം അത് വേറെയാണ്. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിന്റെ കൈ പിടിച്ചിട്ട് പഠിപ്പിച്ചത്. എതിർക്കുന്ന ആള്, കൊഞ്ഞനം കുത്തുന്ന ആള്. ഇതൊരു ഖുറൈശി കണ്ടു. ആ ഖുറൈശി ചോദിച്ചു അബൂജഹലിനോട്, അലാ അറാക തുസാഫിഉ ഹാദ സാബി, ഈ പുതിയ മതക്കാരന്റെ കൈപിടിച്ച് നീ എങ്ങനെയാ മുസാഫഹ ചെയ്തത്? നീ നമ്മളെ എതിർക്കുന്ന ആളല്ലേ, കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, അതേപോലെ കൈപിടിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, പുതിയ മതക്കാരനാണ്, ശ്രദ്ധിച്ചോളണം എന്ന് പറയുന്ന നേതാവായ നീ തന്നെ കൈപിടിച്ചത് എങ്ങനെയാ? അബൂജഹലിന്റെ മറുപടി എന്താ അറിയോ? ഫഖാൽ, അബൂജഹൽ പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅഅലമു ഇന്നഹു ലനബിയ്യുൻ,
അള്ളാഹുവാണ് സത്യം, എനിക്കറിയാം മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. ലോകത്തൊരാൾക്കും വിശ്വസിക്കാൻ കഴിയില്ല. ഇന്ന് ദുനിയാവിൽ അല്ലാഹുവിന്റെ റസൂലിനെ പലരും പറയുന്നുണ്ടാവും. സത്യവിശ്വാസികൾക്ക് അത് കേൾക്കുമ്പോൾ പ്രയാസമുണ്ടെങ്കിലും അവരുള്ളിന്റെ ഉള്ളിൽ ചിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നീ എന്ത് പറഞ്ഞാലും, എത്ര കളിയാക്കിയാലും, എത്ര വലിയ അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയാലും നിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ. അതാ മുസ്ലിമികൾ പറയുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് അബൂ ജഹൽ പറഞ്ഞു. ഇന്നഹു ലനബി, പക്ഷേ ഫമതാ കുന്നാ ലിബനി അബ്ദി മനാഫിൻ തബഅ, അബ്ദു മനാഫിന്റെ മക്കളിൽപ്പെട്ട ഒരാൾ നബിയാന്ന് പറഞ്ഞു വീഴുമ്പോൾ അവനെ അംഗീകരിക്കാൻ മാത്രം നമ്മളത്ര ചെറുതൊന്നുമല്ല. ധിക്കാരം, അഹങ്കാരം, അസൂയ, അത് തന്നെയാണ് ഇന്നത്തെ അബൂജഹലുമാരുടെയും അവസ്ഥ. ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിഞ്ഞവനും വിശ്വസിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ദുനിയാവിൽ കഴിഞ്ഞുപോയ ബുദ്ധിജീവികളും ചിന്തകന്മാരും എഴുത്തുകാരും ഒക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചത്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തെ വർണ്ണിച്ചത്, പ്രവാചകന്റെ രാജ്യഭരണ പാഠവത്തെ വർണ്ണിച്ചത്, പ്രവാചകന്റെ കുടുംബജീവിതത്തെ മാതൃകയാക്കാൻ ലോകത്തോട് കൽപ്പിച്ചത്? അതെ, നിഷേധിയായാലും ഉള്ളിലുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു വെല്ലുവിളിച്ചു. പരിശുദ്ധ ഖുർആനിന്റെ ദീനുൽ ഇസ്ലാമിന്റെ വെല്ലുവിളി മനുഷ്യനും ജിന്നും അടക്കമുള്ള സർവർക്കും വേണ്ടി പ്രപഞ്ചത്തിന്റെ നാഥൻ നിയോഗിച്ച ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഒരു കഠിനമണിയോളം തൂക്കുമെങ്കിലും ആവശ്യമില്ലാത്തത് കാണിച്ചിട, വെറുതെ പറഞ്ഞ ഒരു വാക്കെങ്കിലും കാണിച്ചിട, ജീവിതത്തിൽ മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖല ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാണിച്ചിട. 2024 ഈ സെപ്റ്റംബർ മാസം വരെ ലോകത്തൊരാളും കാണിച്ചിട്ടില്ല. കാണിച്ചതൊക്കെ വെറുതെ വിടുവായിട്ടം മാത്രം. കഴിയൂല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കേട്ടവരും അറിഞ്ഞവരും പ്രവാചകനെ വിശ്വസിക്കൽ നിർബന്ധമാണ്. വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ നരകത്തിന്റെ തീക്കൊള്ളിയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ജീവൻ ഏതൊരുത്തന്റെ കയ്യിലാണോ അവനാണ് സത്യം. ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യുൻ വലാ നസ്റാനി, ഈ സമുദായത്തിൽ, ഈ സമൂഹത്തിൽ, ഉമ്മത്തുകൊണ്ട് ഉദ്ദേശം ഉമ്മത്തു ദഅവ, അഥവാ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്ന് പറയപ്പെടുന്ന ജീവികളിൽ ആരെങ്കിലും ഒരു യഹൂദി ആയിക്കോട്ടെ നസ്രാനി ആയിക്കോട്ടെ എന്നെ പറ്റി കേൾക്കുകയും എന്നിട്ട് ഞാൻ കൊണ്ടുവന്നത് വിശ്വസിക്കാതെ മരിക്കുകയും ചെയ്താൽ അവൻ നരകത്തിന്റെ അവകാശിയാണ്. കാരണം കൊണ്ടുവന്നത് പച്ചയായ പകൽ വെളിച്ചം പോലെയുള്ള സത്യമാണ് എന്നത് വസ്തുതയാണ്. വിശ്വസിക്കുന്നില്ലെങ്കിൽ പ്രത്യേകിച്ചും യഹൂദികളും നസ്രാനികളും എന്താ കാര്യം? അവരുടെ കയ്യിലുള്ള തൗറാത്തിലും ഇൻജീലിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം, ആകൃതി, നടത്തം, വർത്തമാനം, കണ്ണുകൾ, പുരികം, നെറ്റിത്തളം, രോമം, താടി, മുടി, പ്രവാചകന്റെ നാട്, വീട്, സർവ്വതും എണ്ണി 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 അല്ലാഹു പറഞ്ഞു കൊടുത്തു. യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും എഴുതപ്പെട്ട വരികളായിട്ട് പ്രവാചകനെ അവർക്ക് കാണാൻ കഴിയും, നിഷേധിക്കാൻ കഴിയില്ല. ശരിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു പറഞ്ഞു, الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم. ഈ ജൂതനസാറാക്കൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാത്തത് അറിയാത്തതൊന്നുമല്ല, അവർക്ക് അവരുടെ സ്വന്തം മക്കളെ അറിയുന്നതിനേക്കാൾ അധികം അറിയാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അതുകൊണ്ട് അപ്രവാചകനെ ആരെങ്കിലും അംഗീകരിക്കാതിരുന്നാൽ അവർ നാളെ ആഖിറത്തിൽ നഷ്ടവാളിയാണ്. അവന്റെ പേരെന്തായാലും കുഴപ്പമില്ല. ഒന്നുകിൽ ജോസഫ് എന്നാവും, അല്ലെങ്കിൽ കുമാരൻ എന്നാവും, അല്ലെങ്കിൽ അബ്ദുള്ളായിരിക്കും, അല്ലെങ്കിൽ ഫാത്തിമായിരിക്കും, ആരുമായിക്കോട്ടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇല്ലാ കാന മിൻ അസ്ഹാബിന്നാർ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മറ്റൊരു പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങളിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലാഹു ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടായിട്ടുണ്ട്. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആയത്തല്ലേ ഖലീൽ. ഇതായിട്ട് അർത്ഥം ഖലീൽ ഇങ്ങനത്തെ ചങ്ങാതി, അല്ലെങ്കിൽ സ്വദീഖ് എന്ന് പറഞ്ഞാൽ പോലെ, ഹബീബ് എന്ന് പറഞ്ഞാൽ പോലെ അല്ല, അതിന്റെയും അപ്പുറത്താണ് ആ ബന്ധം. ഇത്രയധികം അതിശക്തമായ പരീക്ഷണങ്ങളിൽ കരിങ്കല്ല് പോലെ ഉറച്ചു ഇബ്രാഹിം അലൈഹിസ്സലാം. എന്നാൽ ആ ഇബ്രാഹിമിന് പോലും ലഭിക്കാത്ത ഒരു വഅദ അല്ലെങ്കിൽ ഒരു സുവിശേഷം അല്ലാഹു അറിയിച്ചു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം. ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. യാ റസൂലേ, അങ്ങയുടെ മുൻ പിൻ പാപങ്ങളെല്ലാം നാം നിങ്ങൾക്ക് മാപ്പാക്കി തന്നിട്ടുണ്ട്. ഒന്നുമില്ല. അതെവിടെയാണെയോ തെളിയുക, അത് മനസ്സിലാകുക എവിടെയാണെന്നറിയോ? നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ ഞാനും നിങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ മാത്രമല്ല, ആദം നബി തൊട്ട് അവസാനത്തെ ദിവസം വരെ ജനിച്ച സർവ്വരും ഉണ്ടാവും. ആ ഭയാനകമായ അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുകളിലായിരിക്കും സൂര്യൻ, ശക്തമായ ചൂട്, പാപങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങി കുളിച്ച് ചെമ്പിന്റെ തറയിൽ അസ്വസ്ഥനായി, നൂൽബന്ധമില്ലാതെ നഗ്നനായി, ചെരുപ്പില്ലാതെ ഉടമസ്ഥനായ റബ്ബിന്റെ വരവിനെ പ്രതീക്ഷിച്ച് മാനവരെ മുഴുവനും വലിയ പേടിയിൽ വെപ്രാളത്തില് അവരുടെ ഭയത്തിന്റെ കാഠിന്യം പറഞ്ഞു. അവസാനം അവര് പറഞ്ഞു പോകും, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, ഇവരൊന്നൊന്ന് രക്ഷപ്പെടുത്തിട്ട എന്ന് പറയുന്ന ഭയാനകമായ അവസ്ഥ മഹ്ശറിൽ. ആളുകൾക്ക് നിൽക്കാൻ കഴിയില്ല. അവരോടും ആദമിനെ കാണാൻ. ആദം നമ്മുടെ ഉപ്പല്ലേ, സ്വർഗത്തിൽ താമസിച്ച് വന്നാണല്ലേ, ഒന്ന് പറയൂ അല്ലാഹുവോട് രക്ഷപ്പെടുത്തി തരാൻ. ഉപ്പ ആദം അലൈഹിസ്സലാം പറയും, മക്കളെ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം ഞാൻ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ എന്റെ റബ്ബ് എന്ത് തീരുമാനമെടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ വലിയ വിഷമത്തിലാണ്. ഇത് ഞാൻ ഈ മിമ്പറിന്റെ മുകളിൽ പറയുമ്പോ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും എന്തായിരിക്കും മഹ്ശറിൽ? ആദമിന്റെ മറുപടി ഇതാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, നൂഹിന്റെ അടുത്തേക്ക് പോയിക്കോ. നൂഹ് അല്ലാഹു 950 കൊല്ലക്കാലം തൗഹീദിന്റെ ദഅവത്ത് ചെയ്ത ആളാണ്. അങ്ങോട്ട് പോ. ആളുകളോടും ആളുകൾ മുഴുവനോടും, യാ നൂഹ്, നിങ്ങൾ ആദ്യത്തെ റസൂലല്ലേ, നിങ്ങൾ അബുൽ ബശറല്ലേ, മനുഷ്യ പിതാവെന്ന് 2ാം പ്രാവശ്യം അറിയപ്പെട്ട ആളല്ലേ, ഒന്ന് പറയൂ അല്ലാഹുവോട് പെട്ടെന്നൊന്ന് ഹിസാബിന് വേണ്ടി വരാൻ, ഒന്ന് രക്ഷപ്പെടുത്തി തരാൻ. നൂഹ് അലൈഹിസ്സലാം പറയും, 950 കൊല്ലം തൗഹീദിന്റെ ദഅവത്ത് ചെയ്ത പ്രവാചകൻ, ആദ്യത്തെ റസൂലായ പ്രവാചകൻ, ആളുകളുടെ അടിയും തൊഴിയും തുപ്പലും ഏറ്റുവാങ്ങി അല്ലാഹുവിന് വേണ്ടി അത്ര പരിശുദ്ധനായ പ്രവാചകൻ, ഇല്ല എനിക്ക് പറ്റൂല, പേടിയാവുന്നു, ഒരു തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, എന്റെ ജനതക്കെതിരെ ഞാൻ ദുആ ചെയ്തു പോയി അല്ലാഹുവോട്, ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറാ. അല്ലാഹുവേ, ഒരൊറ്റ കാഫിറിനെ പോലും ബാക്കിയാക്കാണ്ട് എല്ലാത്തിനും നശിപ്പിച്ചു കളഞ്ഞേക്കിനെന്ന് അള്ളാന്റെ അടിമയെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ ദുആ ചെയ്തു പോയി അള്ളാഹിനോട്. എന്തായിരിക്കും നടപടി എന്ന് എനിക്കറിയില്ല. ഇബ്രാഹിം അതാ ഖലീൽ അങ്ങോട്ട് പോയിക്കോളി. അവിടെ ഇബ്രാഹിം ഉണ്ടാവും. എന്റെ പ്രിയപ്പെട്ട മടിക്കേരിയിലുള്ള ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഖലീലിന്റെ, പാപം ചെയ്ത ഇബ്രാഹിമിന്റെ അല്ല, തെറ്റുകാരനായ ഇബ്രാഹിമിന്റെ അല്ല, അള്ളാന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ നിന്നൊരു തീനാളം പുറത്തേക്ക് വരും. ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. വലിയ വലിയ കൊട്ടാരങ്ങൾ കണക്കെ വലുപ്പമുള്ള തീനാളങ്ങൾ നരകം അത് പുറത്തേക്ക് തുപ്പും എറിയും. വലിയ മഞ്ഞ നിറത്തിലുള്ള ഒട്ടകക്കൂട്ടം വരുന്ന പോലെ ഉണ്ടാകും നരകത്തിന്റെ തീനാളം കാണുമ്പോ. ഇത് കാണുന്ന അവസ്ഥയിൽ പേടിച്ചു വിറച്ച് ഖലീലുല്ലാഹി ഇബ്രാഹിം മുട്ടുകുത്തിയിരിക്കും മഹ്ശറിൽ. എന്നിട്ട് പറയും, യാ റബ്ബി സല്ലിം, അല്ലാഹുവേ എന്നെ രക്ഷപ്പെടുത്തിത്ത. ഇബ്രാഹിമിന്റെ അവസ്ഥ ആണെങ്കിൽ ഈ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും പേടിച്ചേ പറ്റൂ, ആഖിറത്തിന് ഒരുങ്ങിയേ പറ്റൂ. മുട്ടുകുത്തിയിരിക്കുന്ന ഇബ്രാഹിമിന്റെ അടുത്തേക്ക് ആൾക്കാർ വരും. അങ്ങ് ഇപ്പൊ അള്ളാന്റെ ഖലീലാണല്ലോ, ഒന്ന് പറയോ അള്ളാഹിനോട് ഒന്ന് രക്ഷപ്പെടുത്തി തരാൻ. അദ്ദേഹം പറയും, എനിക്ക് കഴിയില്ല, ഞാൻ 3 കളവുകൾ പറഞ്ഞു പോയിട്ടുണ്ട്.
ഒന്ന് സാറേ ആ രാജാവിനോട് എന്റെ സഹോദരിയാന്ന് പറഞ്ഞുപോയി ഭാര്യയെ പറ്റി. പിന്നെ ഒന്ന് ഉപ്പാനോട് ഞാൻ രോഗിയാന്ന് കള പറഞ്ഞു അമ്പലത്തിലേക്ക് ഉത്സവത്തിന് പോകാൻ വിളിച്ചപ്പോ. 3 ആ വിഗ്രഹത്തെ പൊളിച്ച് കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ചോദിച്ചു നോക്കാം അതിന്റെ വിഗ്രഹം തന്നെ ഉണ്ടല്ലോ. ആ കളവ് പറഞ്ഞതിൽ എനിക്ക് പേടിയുണ്ട്. എന്റെ റബ്ബെന്താ നടപടി എടുക്കാൻ എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യും, മൂസാന്റെ അടുത്തേക്ക് പോകും. എന്താ മൂസന്റെ പ്രത്യേകത? ദുനിയാവിൽ വെച്ച് നേർക്ക് നേരെ സംസാരിച്ചു അല്ലാഹു മൂസ നബിയോട്. അത്ര വലിയ സ്ഥാനമുള്ള ആളാണ്. ഓടിപ്പോകും, മൂസ പറയും കഴിയില്ല. ഞാൻ ഇവിടുത്തെ അടിച്ചപ്പോ മരിച്ചുപോയി. ഒരൊറ്റ അടിക്കൊറ്റ ഒരടി ഞാൻ കൊടുത്തു, പക്ഷെ അയാൾ മരിച്ചുപോയി. എനിക്ക് കൽപ്പനയില്ലാതെ ഞാൻ കൊന്നത്. അള്ളാഹു എന്ത് തീരുമാനിക്കുന്നു അറിയില്ല. ഈസാന്റെ അടുത്തേക്ക് പോകും. മറിയമിന്റെ മകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന വാക്ക് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു തആല ഉദ്ധരിച്ചു. ഇദ്ഹബൂ ഇലാ മുഹമ്മദ്, ഇദ്ഹബൂ ഇലാ മുഹമ്മദ്, നിങ്ങൾ മുഹമ്മദിന്റെ അടുത്തേക്ക് പോകും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹു ഫഹുവ അബ്ദു ഖദ് ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. അദ്ദേഹത്തിന്റെ പാപങ്ങൾ മുൻപിൻ പാപങ്ങൾ അല്ലാഹു പുറത്തുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തത്തെ പറ്റി ഒരു പേടി ഉണ്ടാവില്ല. അതാ പോയി പറയാൻ പറ്റിയാണ്. യൗമ യദ്ഉ ആദമു വഅംബിയാ നഫ്സി 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 നഫ്സിയാ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മതി യാ ഉമ്മതി യാ ഉമ്മതി. ആദം തൊട്ടുള്ള അമ്പിയാക്കൾ മഹ്ശറിൽ വിളിച്ചു പറയും നഫ്സി നഫ്സി, ഓ എന്റെ ശരീരം എന്റെ ശരീരം എന്റെ തടി, അല്ലാഹുവേ നീ കാത്തുകൊള്ളണേ. എന്നാൽ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ, മനുഷ്യരിലും അമ്പിയാക്കളിലും ഉത്തമനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഉമ്മതി യാ ഉമ്മതി യാ ഉമ്മതി. ഏ അല്ലാഹ്, എനിക്ക് എന്നെ പറ്റി ആവലാതിയില്ല, എനിക്ക് എന്നെ പറ്റി പേടിയില്ല, ഭയമില്ല. നീ എനിക്ക് മഗ്ഫിറത്ത് നേരത്തെ തന്നതാണ്. എന്റെ ഭയം എന്റെ ഉമ്മത്താണല്ലാ, അവരെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേന്ന്. ആരാ ഉമ്മത്തി അറിയോ? മെമ്പറിന്റെ മുകളിൽ നിൽക്കുന്ന ഈ സലാഹുദ്ദീനും നിങ്ങൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി കരയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഒരു ഓർമ്മയുമില്ല, നമുക്കൊരു ഓർമ്മയുമില്ല. ആ മഹ്ശറിൽ ആളുകൾ മൊത്തം വന്ന് റസൂലുള്ളാഹിയോട് പറയും, തങ്ങൾ പറയും ഹാ അന ഹുവ, ഹാ അന ഹുവ, എനിക്ക് അത് പറ്റുള്ളൂ, എനിക്ക് തന്നെ ആ മഖാമും മഹ്മൂദ് ലഭിച്ചിട്ടുള്ളത്. സുജൂദിൽ കിടക്കും, അല്ലാഹുവിനെ സ്തുതിക്കും, അല്ലാഹുവിനെ പുകഴ്ത്തും. പെട്ടെന്ന് ഒരു അശരീരി വരും. യാ മുഹമ്മദ് ഇർഫഅ റഅസക വസൽ തുഅത വശ്ഫഅ തുശഫഅ. മുഹമ്മദ് എഴുന്നേൽക്ക്, എന്താ നിന്റെ ആവശ്യം? ഇസ്അൽ, ചോദിക്ക്, തുഅത നൽകപ്പെടും, വശ്ഫഅ തുശഫഅ, ശുപാർശ പറയണോ, ശഫാഅത്ത് പറയുന്നുണ്ടോ, പറഞ്ഞോളി, സ്വീകരിക്കപ്പെടും. അന്ന് അതാണ് മഖാമും മഹ്മൂദ്. നമ്മൾ ദുആ ചെയ്യില്ലേ, ആതി മുഹമ്മദിൽ വസീല വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദത. അതാണ് മഖാമും മഹ്മൂദ്. ആലോകർക്ക് വേണ്ടി ശഫാഅത്ത് പറയാൻ, ശുപാർശ പറയാനുള്ള ആ ചാൻസ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഇതുകൊണ്ടറിയോ, സ്വന്തത്തെ പറ്റി ഒരു പേടിയില്ല. അതാണ് നമ്മുടെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു സംഭവമുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖസായിസ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഇസ്റാഉം മിഅ്റാജും ഒരാൾക്ക് അല്ലാഹു കൊടുത്തില്ല. മൂസ നബി പറഞ്ഞു, അല്ലാഹുവേ അരിനി അൻദുർ ഇലൈക്, എനിക്ക് നിന്നെ കാണണം. ഖാല ലൻ തറാനി, മൂസ നിനക്ക് എന്നെ കാണാൻ പറ്റൂല. മൂസ നബി ആളെ ചൂടനാണ്, ദേശക്കാരനാണ്, വാശി, കണ്ടേ പറ്റുള്ളൂ. എന്നാ പിന്നെ മലന്റെ മുകളിലേക്ക് പോവാം, മലന്റെ മുകളിലേക്ക് പോവാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ നൂർ ദർശിക്കാൻ മലമുകളിലേക്ക് പോയാൽ അത് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു. പല കാര്യത്തിനും വേണ്ടിയിട്ടാണ്. അതിലൊന്നും എന്താ അറിയോ, ഞാൻ നിങ്ങൾക്ക് തന്ന റസൂലിന്റെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വില മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ. എന്റെ അടുത്ത് എന്റെ മുഹമ്മദിനുള്ള സ്ഥാനം എന്താന്ന് നിങ്ങൾ അറിഞ്ഞോളണം. കഥ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഈ കഥ പറഞ്ഞിരുന്നു. മലയിലേക്ക് പോവാം, പിന്നെ കാണാൻ പറ്റും നോക്ക്.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം മലമുകളിലെത്തി. അല്ലാഹുവിന്റെ നൂർ പ്രത്യക്ഷപ്പെട്ടു. അല്ലാഹു പറയാ, എന്റെ നൂർ വന്നു, പർവ്വതത്തിൽ താങ്ങാൻ പറ്റിയില്ല. പർവ്വതം ഇളകാൻ തുടങ്ങി, പർവ്വതം വിറക്കാൻ തുടങ്ങി, കല്ലുകൾ ഇളകാൻ തുടങ്ങി, ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ട് തകർന്ന് തരിപ്പണമാകാൻ തുടങ്ങി. ഇത് കണ്ട് പേടിച്ച മൂസ ബോധം കെട്ടി വീണു. കാണാൻ പറ്റിയില്ല, തിരിച്ചു പോയാൽ കൊണ്ട്. പക്ഷെ എന്റെ റസൂൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ മുറ്റത്ത് കിടക്കുകയാണ്. അന്നേരം ജിബ്രീൽ വരുന്നു. യാ മുഹമ്മദ്, ഉറക്കം എണീച്ചു. ജിബ്രീലാണ്. റസൂലുള്ളാഹിക്ക് മനസ്സിലായി, യാത്രക്ക് തയ്യാറായിക്കോളി. എങ്ങോട്ടാ ജിബ്രീലെ? ഇവിടുന്ന് ബൈത്തുൽ മുഖദ്ദസ് പോകണം, എന്നിട്ട് അവിടെ നിന്ന് അർശിന്റെ അടുത്തേക്ക് പോകണം. 7 ആകാശത്തിന്റെ അപ്പുറത്ത് വാഹനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ നെഞ്ച് കീറി, കൽബെടുത്തു, സംസം വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി തിരിച്ചു വെച്ച് തുന്നിക്കെട്ടി ബുറാക്കിന്റെ മുകളിൽ കയറി കൊണ്ടുപോയി റബ്ബുൽ ഇസ്സത്ത് 7 ആകാശത്തിന്റെ അപ്പുറത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിലല്ല, സ്വപ്നത്തിലല്ല, ഭൗതിക ശരീരത്തോടെ കണ്ടു. 7 ആകാശങ്ങളും ഉടമസ്ഥന്റെ അർശും. അല്ലാഹനെ കണ്ടിട്ടില്ല, കാണാൻ കഴിയൂല, സ്വർഗത്തിലെ കാണാൻ പറ്റുള്ളൂ. അതോ ഈ സംഭവം നടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു സമ്മാനമായിട്ടാണ്. അതറിയണം. ആർക്കാ നമ്മൾ സമ്മാനം കൊടുക്കുക? ഇഷ്ടപ്പെട്ടാക്ക. ആരെങ്കിലും നമ്മുടെ മക്കളായാലും ജോലിക്കാരായാലും വീട്ടിലുള്ള ആരായാലും ശിഷ്യന്മാരായാലും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ ഇങ്ങോട്ട് കിട്ടുമ്പോ തിരിച്ചു കൊടുക്കുന്നതാണ് സമ്മാനം. ഇസ്രാ മിഅ്റാജ് ഒരു സമ്മാനമാണ്. എന്തുകൊണ്ടറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ കഷ്ടപ്പെട്ടു, പ്രയാസപ്പെട്ടു. താരീഖ് നിങ്ങൾക്കറിയാം. അതിനിടയിൽ അബൂ താലിബ് മരിച്ചു. ഒരു സംരക്ഷണമുള്ള അബൂ താലിബ് മരിച്ചു. കൂടെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായി. 2 തൂണുകൾ നഷ്ടപ്പെട്ടു. ഒരു പിടിവള്ളിയില്ല. ആകെ പ്രയാസം, ആകെ വിഷമം. സമാധാനിപ്പിക്കാനുള്ള ഒരുത്തൻ അബൂ ലഹബാണ്. ഓൻ കള്ളനാണ്. റസൂലുള്ളാഹിന്റെ മൂത്താപ്പ തങ്ങൾ കള്ളനാണ്. പക്ഷെ ഒരു സമാധാനമില്ല. അല്ലാഹു റസൂലിന്റെ മനസ്സ് പറഞ്ഞു, ഉമ്മാന്റെ കുടുംബക്കാരത്തേക്ക് പോവാം. കാരണം എപ്പോഴും മനുഷ്യന്മാർക്ക് കൂടുതൽ ബന്ധം ഉമ്മാന്റെ ആങ്ങളമാരോടാണ്. കാരണൂർമാർ, നാട്ടിൽ എന്താ പറയാന്നറിയില്ല, മാമമാര്, ഉമ്മാന്റെ ആങ്ങളമാര്, അങ്കിൾമാര്, അവര് തായിഫിലാ താമസം. അപ്പൊ ഉമ്മാന്റെ ആൾക്കാർ എന്നെ സ്വീകരിച്ചവളും വലിയ ആശയിൽ, വലിയ ആഗ്രഹത്തില്, വലിയ സ്വപ്നങ്ങളും പേറി സയ്യിദ് ഇബ്നു ഹാരിസയെ കൂടെ കൂട്ടി രാത്രിയിൽ മക്കക്കാര് കാണാതെ തായിഫിലേക്ക് നടന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മക്കത്ത് നിന്ന് 2 മണിക്കൂർ ബസ് തിരിക്കണം തായിഫ് പോവാൻ. അന്ന് അല്ലാഹുവിന്റെ ഹബീബ് നടന്നു രാത്രിയിൽ. കാരണം പ്രതീക്ഷയിലാണ് തായിഫിലെത്തും എന്നെ സ്വീകരിച്ചോളൂ. പക്ഷെ തായിഫുകാരെ ചെയ്തില്ല. അവര് നിരസിച്ചു എന്ന് മാത്രമല്ല, ഹദീസിന്റെ കിതാബുകളിൽ കാണാം, കളിയാക്കി, പരിഹസിച്ചു. ഒരാൾ പറഞ്ഞു, നിന്നെ സ്വീകരിക്കുന്നതിനേക്കാളും നല്ലത് കഅബാലയത്തിൽ ചെന്നിട്ട് അത് പൊതിഞ്ഞിരിക്കുന്ന അതിന്റെ കില്ല പിടിച്ച് കീറലാണ്, അതിനേക്കാളും നല്ലത്. ഒരാൾ പറഞ്ഞു, ഞാൻ മരിക്കുന്നതല്ല നിന്നെ സ്വീകരിക്കുന്നതിനേക്കാളും. ഒരാൾ പറഞ്ഞു, നിന്നല്ലാണ്ട് വേറാജ് കിട്ടിയിട്ട് അല്ലാഹു റസൂലായിട്ട് അയക്കാൻ. പരിഹാസം, കളിയാക്കൽ. അല്ലാഹു എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും താങ്ങാങ്ങില്ല. നമ്മൾ ആരെങ്കിലും ഒന്ന് വാട്സപ്പിൽ കുറ്റം പറഞ്ഞാൽ മതി. നമ്മൾ ആരെങ്കിലും കുടുംബക്കാരിൽ ഒന്ന് തൗഹീദായ സുന്നത്തനുസരിച്ച് ജീവിക്കുമ്പോൾ ഒന്ന് കളിയാക്കിയാൽ മതി. പിന്നെ നമ്മൾ ആ ഭാഗത്തേക്കില്ല. ഓർക്ക് അല്ലാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നേതാക്കന്മാരോട്, കുഴപ്പമില്ല, ഞാൻ പോവാ, പക്ഷെ ഞാൻ ഇവിടെ വന്ന വിവരം നിങ്ങൾ മക്കക്കാരെ അറിയിക്കരുത്. അവരെന്നെ ജീവിക്കാൻ സമ്മതിക്കൂല, അവരെന്നെ വല്ലാണ്ട് ഉപദ്രവിക്കും. പക്ഷെ തായിഫിന്റെ നേതാക്കന്മാര് ചതിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അവരറിയിച്ചു, അങ്ങാടി പിള്ളേരെ കൊണ്ട് കല്ലെറിയിച്ചു, അവരെ കൂക്കി വിളിച്ചു, പരിഹസിച്ചു, മജ്നൂൻ എന്ന് വിളിച്ചു, കല്ലെറിഞ്ഞു. കല്ലെറിഞ്ഞത് കാൽമുട്ടിന്റെ താഴെ ഓടാതിരിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി തായിഫിൽ നിന്ന്. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് അള്ളാഹിന്റെ ദീന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു 2 സ്റ്റെപ്പ് അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ തൗഫീഖ് കിട്ടി. അള്ളാഹു കബൂലാക്കട്ടെ. റസൂലുള്ളാഹി ഓടി, ഇവരെ കല്ലെറിഞ്ഞു, കാല് പൊട്ടി ചോരയൊലിക്കാൻ തുടങ്ങി. സയ്യിദ് ഇബ്നു ഹാരിസിന് അടുത്തെത്താൻ പറ്റുന്നില്ല. അദ്ദേഹം കഴിയുന്നത്ര
മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോ അവിടെ ബോധം കെട്ടു വീണു. ബോധമില്ലാണ്ടായി. ഏറുകൊണ്ടിട്ട് ആ കൊണ്ട ഏറും ആ ബോധക്കേടിന്റെയും പിറകിലാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ മിമ്പറും ഈ പള്ളിയും ഈ ഇരിക്കുന്ന മുഅ്മിനീങ്ങളും ഉണ്ടായത്. നമ്മളെന്താ പറയുന്നറിയോ? നമ്മൾ കൊണ്ടാണ്. അതിന്റെ പിറകിലുള്ള അള്ളാന്റെ സമ്മാനമായത്. ഉജുബയും ഷൈബയും കാണുന്നുണ്ട് ഈ സംഭവം. അവര് മക്കക്കാരാണ്. ഇന്നും മക്കക്കാരെ തോട്ടം തായിഫിലാണ്. അവരുടെ അടിമനെ വിളിച്ചു ഹജാസ്. അള്ളാഹുവിന്റെ ആദ്യത്തെ സമ്മാനം ഹജാസ്. പറഞ്ഞു കുറച്ച് മുന്തിരെടുത്തിട്ട് ആ കിടക്കുന്ന കൊണ്ടേ കൊടുക്ക്. പാപം അവർക്ക് വരെ പാപം തോന്നി. അദാസ് ഒരു പാത്രത്തിൽ കുറച്ച് മുന്തിരി കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു. പാത്രം നീട്ടി. ഏറുകൊണ്ട് അവശനായ പ്രവാചകൻ ആർത്തിയോടെ മുന്തിരി എടുത്തു. തിന്നുമ്പോൾ പറഞ്ഞു ബിസ്മില്ലാ. അദാസ് ചോദിച്ചു, ഈ നാട്ടുകാർ ഇങ്ങനെയൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ആ ചോദ്യം കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മിൻ അയ്യി ബിലാദിൻ അൻത? നീ ഏത് നാട്ടുകാരനാ? അദാസ് പറഞ്ഞു, അന മിൻ നീനാവ. അന അദാസ് വഅന നസ്റാനിയ്യുൻ വഅന മിൻ നീനാവ. എന്റെ പേര് അദാസ് എന്നാണ്. ഞാൻ ക്രിസ്ത്യനാണ്. നാട് നീനാവ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീനാവ? എന്റെ സഹോദരൻ യൂനുസ് ബിൻ മത്താന്റെ നാട്ടുകാരനാണല്ലോ. അദാസ് യൂനുസ് നബിനെ അറിയാം. നാട്ടുകാരനായ പ്രവാചകനാണ്. ഇഞ്ചിയിൽ വായിച്ചിട്ടുണ്ട്. അദാസ് ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾക്ക് യൂനുസിനെ അറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സഹോദരൻ അദ്ദേഹം നബിയാണ്. വഅന നബിയ്യുൻ, ഞാനും നബിയാണ്. താരീഖിന്റെ കിതാബിൽ എന്താണെന്നറിയോ? അദാസ് ആ മുന്തിരി പാത്രം താഴെ വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലും കാലിലും തലകുളിച്ച് നിന്ന് ചുംബിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, വഅന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അദാസ് മുസ്ലിമായി. താരീഖിന്റെ ഉലമാക്കൾ എഴുതി, ഈ 10 ദിവസം കൊണ്ട് ഏറിന്റെ വേദന ഒരൊറ്റ സെക്കൻഡിൽ അല്ലാഹുവിന്റെ റസൂൽ മറന്നു. കാരണം ഒരാള് അല്ലാഹുവിന്റെ ഹിദായത്തിലായി, ഒരാൾ സ്വർഗത്തിന്റെ അവകാശിയായി. എന്തൊരു മനസ്സ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദാസിനോട് യാത്രയും പറഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നു, തലകുത്തിയിരുന്നു. അല്പം ഉറങ്ങി, അല്ലെങ്കിൽ ചില രൂപത്തിൽ ബോധക്കേടുണ്ടായി. പിന്നെ ബോധം തെളിഞ്ഞപ്പോൾ തലമുകളിൽ മേഘം വന്ന് കൂടിയിട്ടുണ്ട്. ആകാശത്തേക്ക് നോക്കുമ്പം ജിബ്രീലുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പറയുമ്പോൾ ഉലമാക്കൾ പറയും, അധികം കളിക്കരുത്. അല്ലാഹുവിന്റെ റസൂലിനോട് അധികം കളിക്കരുത്. ഒരു പരിധി വിട്ടാൽ അല്ലാഹു അവന്റെ സൈന്യത്തെ നിയോഗിക്കും. രക്ഷപ്പെടാൻ കഴിയില്ല. ഇന്നും വർത്തമാനകാലത്ത് ഇന്ത്യ രാജ്യത്തടക്കം നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന്റെ ഇസ്സത്തിനെ തിന്നാൻ ശ്രമിച്ച കഴുകന്മാർ അനുഭവിക്കുന്ന നരകയാതന നമ്മുടെ മുമ്പിലുണ്ട്. ഹോസ്പിറ്റലിലോ വീട്ടിലോ കട്ടിലോ കുഷ്ഠം പിടിച്ച് പുഴുക്കളരിച്ച് കിടപ്പുണ്ട് പറയണം. ഇന്ത്യ രാജ്യത്ത് അധികം കളിക്കരുത്. ജിബ്രീൽ, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ എന്റെ കൂടെ ഒരു മലക്ക് വന്നിട്ടുണ്ട്. പർവ്വതങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കാർ. സലാം പറയും. സലാം പറഞ്ഞു. സലാം മടക്കി. ആ മലക്ക് പറഞ്ഞു, സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ദുനിയാവിലേക്ക് വരുന്നത് അങ്ങേക്ക് വേണ്ടി. അങ്ങൊന്ന് പറഞ്ഞാ മതി, ബൈനൽ അഖ്ശബൈൻ, ഈ 2 മലകൾക്കിടയിൽ ത്വായിഫുകാരെ ഞാൻ നേരിച്ചിട്ടും നശിപ്പിച്ചു കളയാം. എന്ത് പറയുന്നു? വേദന കൊണ്ട് കിടക്കുന്ന പ്രവാചകൻ. നമ്മളൊക്കെ എന്തായാലും സ്വാഭാവിക മനുഷ്യന്മാരല്ലേ, എന്നാ പിന്നെ തീർത്തേക്ക് ഇല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ഷൈഅ. വേണ്ട ജിബ്രീലേ, അർജു, എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഒരുപക്ഷെ ഇവരുടെ ബീജങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, ശിർക്ക് ചെയ്യാത്തൊരു വിഭാഗത്തെ അള്ളാഹു പിന്നെ കൊണ്ടുവന്നേക്കാം. എനിക്ക് കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. പോകുന്ന വഴിക്ക് രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കും. സെയ്ദ് ഇബ്നു സാബിത്ത് പറയുന്നുണ്ട്, ആ സന്ദർഭത്തിലാണ് ഒരുപറ്റം ജിന്നുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്ത് കേട്ട് അവിടെ തമ്പടിച്ചത്. റസൂൽ അറിയുന്നില്ല. പിന്നീട് അല്ലാഹു റസൂൽ സൂറത്തുൽ അഹ്ഖാഫിൽ അത് പറഞ്ഞു കൊടുക്കാൻ, വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ. നബിയെ, തായിഫാനികൾ ഓടിച്ചില്ലേ, ബുദ്ധിമുട്ടായി, പ്രയാസമായി അല്ലേ? നിങ്ങൾ ക്ഷമിച്ചു, പേടിക്കണ്ട, വിഷമിക്കണ്ട.
മനുഷ്യന്മാരെ കേട്ടിട്ടില്ലെങ്കിലും ഒരു വിഭാഗം ജിന്നുകൾ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഓതി കേട്ട് അവിടെ നിന്നു. അവര് കേട്ടു, അവര് മുസ്ലിമായി, അവരെ നാട്ടിൽ ചെന്ന് അവര് ദഅവത്തും നടത്തിയിട്ടുണ്ട്. വലിയ സന്തോഷമായി. അങ്ങനെ മക്കത്തേക്ക് മടങ്ങുന്നു. ആ സമ്മാനത്തിന്റെ അവസാനമായിരുന്നു മക്കത്തെത്തിയതിനു ശേഷം ജിബ്രീൽ വന്നതും വിളിച്ചിട്ട് ആകാശത്തേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കുമ്പോൾ താഴല്ല. അതുകൊണ്ട് ആ മഖാമം നമ്മൾ അറിഞ്ഞേ പറ്റൂ. ഹൃദയത്തിൽ ആ സ്ഥാനം കൊടുത്തേ പറ്റൂ. അങ്ങനെ നൽകുന്ന പ്രവാചകനെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ പെടുത്തി എന്നെയും നിങ്ങളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. أما بعد فيا أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഭാഗ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വിളിച്ചു കൊണ്ടുപോയി മക്കത്തിൽ നിന്നും ആദ്യം മസ്ജിദുൽ അഖ്സയിലേക്ക്. താരീഖ് നിങ്ങൾക്കറിയാം, ഒരുപാട് പറയുന്നില്ല. പക്ഷെ തിരിച്ചു വന്നതിന് ശേഷം ഒറ്റ രാത്രി കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒരു രാത്രി കൊണ്ട് ഫലസ്തീനിലെത്തി, ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിച്ചു, അവിടെ നിന്ന് 7 ആകാശത്തിന്റെ അപ്പുറത്ത് പോയി. അങ്ങനെ ഓരോ ആകാശങ്ങളുടെ കാഴ്ചകൾ കണ്ടു. അർശിന്റെ താഴ്ഭാഗത്ത് സിദ്റത്തുൽ മുൻതഹ എന്ന വൃക്ഷത്തിന്റെ അടുത്തെത്തി. അവിടെ വെച്ച് അല്ലാഹുവോട് സംസാരിച്ചു. നിസ്കാരം സമ്മാനമായി കൊടുത്തു. അങ്ങനെ തിരിച്ച് അതേ രാത്രിയിൽ മക്കത്തെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറ്റേന്ന് ഇത് പറഞ്ഞപ്പം അബൂജഹൽ അടക്കമുള്ള ഫലസ്തീനൊക്കെ കച്ചവടത്തിന് വേണ്ടി യാത്ര ചെയ്ത് പരിചയമുള്ള ആൾക്കാർ ചോദിച്ചു, എന്നാൽ നമുക്ക് ചില ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്. നീ ഒറ്റ രാത്രിയിൽ ഇങ്ങനെ പോയിട്ട് വന്നെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയണ്ടേ? അന്ന് മക്കക്കാർക്ക് 2 മാസം യാത്രയാണ് പോയി വരാൻ ഫലസ്തീനിലേക്ക്. അതാണ് ഈ ഒറ്റ രാത്രി കൊണ്ട് പോയി വന്നത്. അവരെന്താ ചോദിച്ചെന്നറിയോ? എങ്കിൽ ബൈത്തുൽ മുഖദ്ദസിന് എത്ര വാതിലുകളുണ്ട്, എത്ര ജനലുണ്ട്, എത്ര തൂണുണ്ട്, ഇന്ന തൂണിൽ എന്താ എഴുതിയിട്ടുള്ളത്? ഈ ചോദ്യങ്ങൾ അത് നോക്കാൻ പോയതല്ല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂരിയായി പറയാൻ കഴിയുന്നില്ല. എന്തു പറയും? ആൾക്കാർ ചോദിക്കുന്നു, മുസ്ലിമീങ്ങൾ കൂടി നിൽപ്പുണ്ട്, മക്കക്കാർ കൂടി നിൽപ്പുണ്ട്. പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയ അപകടമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ മുമ്പിൽ അല്ലാഹു റബ്ബുൽ ഇസ്സ ബൈത്തുൽ മുഖദ്ദസിനെ ഉയർത്തി കാണിച്ചു തന്നു. അവര് കാണുന്നില്ല, ഞാൻ കാണുന്നുണ്ട്. അവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ലൈവായി ഞാൻ നേർക്ക് നേരെ നോക്കി മറുപടി പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോ അബൂജഹൽ അടക്കം പറഞ്ഞു, ഇത് സത്യമൊന്നുമല്ല, അവൻ വെറുതെ സിഹർ മരണക്കാരനാണ്, നമ്മൾ വിശ്വസിക്കൂല. ഒരു പോയി. പക്ഷെ മുസ്ലിമീങ്ങൾക്ക് അത് ഉറപ്പായി. അതെ, മിഅ്റാജിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഉമർ ഖാദി പാടിയ പോലെ, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സിദ്റത്തുൽ മുൻതഹയിൽ നിന്നും അങ്ങോട്ട് ജിബ്രീലിന് പ്രവേശനമില്ല. കാരണം അല്ലാഹുവിന്റെ അർശിന്റെ അടുത്തേക്ക് പോകാൻ അനുമതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കേ ഉള്ളൂ. ദഅനി, ഇവിടെ എന്നെ വിട്ടേക്ക് നബിയെ, മുന്നോട്ട് പോയിക്കോളി റബ്ബുമായിട്ടുള്ള മുനാജാത്തിന്. തഖദ്ദം യാ ഹബീബി ലാ തഖഫ്, പേടിക്കൊന്നും വേണ്ട. അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ, ഖയ്യൂമായ അങ്ങയുടെ റബ്ബിനോട് സംസാരിച്ചിട്ട് വന്നോളി. ആ വരവിലാണ് നമുക്ക് 5 നേരത്തെ നിസ്കാരം സമ്മാനമായി കിട്ടിയത്. മറ്റൊരു പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസീല അൽ ഫദീല. ഇത് അല്ലാഹുവിന്റെ അർശിന്റെ തൊട്ടടുത്തുള്ളൊരു വീടാണ്. നമ്മൾ ബാങ്കിന് ശേഷം ചെയ്യുന്ന ദുആയിൽ റസൂലുള്ളാഹി നിങ്ങൾ എനിക്ക് വേണ്ടി വസീല ചോദിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവോട് വസീലയും ഫദീലയും ചോദിക്കണം, അത് എനിക്ക് കിട്ടണം. അടിമകളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അത് ഞാനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും അത് ചോദിച്ചാൽ നാളെ ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്റെ ശഫാഅത്ത് അവന് കിട്ടുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞാലുള്ള ദുആ വസീല, അത് അല്ലാഹുവിന്റെ അർശിന്റെ തൊട്ടടുത്തുള്ള ദറജ, അതിന്റെ അപ്പുറത്ത് വേറെ സ്ഥാനമില്ല. അവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരിക്കും. അവിടെ ദുആ ചെയ്യാൻ പറഞ്ഞു, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ
والصلاة القائمة آت محمدا الوسيلة والفضيلة. يا الله മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വസീലയും ഫദീലയും നീ കൊടുക്കണേ. وبعثه مقاما محمودا الذي وعدته. നീ വാഗ്ദാനം ചെയ്ത ആ മഖാമും മഹ്മൂദിലേക്കും എന്റെ പ്രിയപ്പെട്ട നേതാവിനെ നീ യാത്രയാക്കണമേ. ഈ ദുആ ആരെങ്കിലും പറഞ്ഞാൽ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅ അവന് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് റബീഉൽ അവ്വൽ മാസം വരെയാണ്. ഇനിയായിരിക്കും റസൂലുള്ളാഹിനെ പറ്റിയുള്ള പല ചർച്ചയും. ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, അല്ലാഹുവിന്റെ റസൂലിനെ പഠിക്കണം, റസൂലിനെ അറിയണം, അറിയേണ്ട പോലെ, എന്നിട്ട് സ്നേഹിക്കണം, വില കൊടുക്കണം. ആരെ പോലെ? സഹാബാക്കളെ പോലെ. അതിന്റെ ആദ്യത്തെ പടി അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതകൾ അറിയലാണ്. അതുകൊണ്ടാണ് 2 ആഴ്ചകളിലായി നമ്മൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖസായിസുകൾ പറഞ്ഞത്. തുടർന്നുള്ള ആഴ്ചകളിലും ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത തന്നെയാണ്. അത് പറഞ്ഞാൽ തീരുമില്ല, പക്ഷേ സ്നേഹിക്കാനാണ്, ഒരു വില കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് നമുക്കുള്ള സ്ഥാനം എന്താണ് എന്നറിഞ്ഞ് അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. വന്നുപോയ പാപങ്ങളൊക്കെ അല്ലാഹു മാപ്പാക്കി തരട്ടെ. ശിഷ്ടകാലം അല്ലാഹുവിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി കഴിച്ചുകൂട്ടാൻ അല്ലാഹു നല്ല തൗഫീഖ് നസീബാക്കട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിഞ്ഞ് സ്നേഹിച്ച് ഇത്തിബാഅ ചെയ്ത് നാളെ ഖിയാമത്ത് നാളിൽ ആ പ്രവാചകന്റെ കൂടെ ഒരുമിച്ച് കൂടാൻ, ജന്നത്തുൽ ഫിർദൗസിന്റെ പ്രവാചകന്റെ കൂടെ ലഭിക്കാൻ അല്ലാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. അലാ വഇന്ന അല്ലാഹ സുബ്ഹാനഹു വതആല അമറനാ വഅമറകും ബിസ്സലാത്തി വസ്സലാമി അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലു വസല്ലിമു അലൈഹി. اللهم صل وسلم على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ارض عن الخلفاء الراشدين وأفضل أمراء المرشدين أبي بكر وعمر وعثمان وعلي رضي الله عنهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه